മാംഗോ സ്റ്റിക്കി റൈസ് നമുക്ക് തയ്യാറാക്കാം. തായ്ലൻഡിലുള്ളൊരു വിഭവമാണിത്. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ബസുമതി റൈസാണ് എടുക്കുന്നത്. സാധാരണ അരി എടുത്താലും അല്ലെങ്കിൽ പച്ചരി നല്ല മണമൊന്നുമില്ലാത്ത പച്ചരി എടുത്താലും മതി. നമുക്കതിന് ഇപ്പോൾ ആദ്യം ഒന്ന് അരി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അരി ഇച്ചിരി വെന്ത ചോറ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് വെച്ചതാണ്. ഒരു കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം അരിയാണെങ്കിൽ അരി ഇങ്ങനെ തേങ്ങാപ്പാലിനകത്ത് രണ്ടാമത്തെ പാലിനകത്ത് ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പം പകുതി വെന്ത ചോറാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ചേർത്തതല്ല, വേറെ ഒന്നും. ഇതിനകത്തോട്ട് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഞാനിപ്പോൾ നോർമൽ മധുരമാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പല്ലേ ഉള്ളൂ, അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തുള്ളൂ. 2 ടേബിൾ, നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒന്നാം പാലിൻ്റെ ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേകണം. വെന്ത് വറ്റി വരണം. ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ, വേറെ പാത്രത്തിലോട്ട് വെച്ചാലും മതി. ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ ഒന്നാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പ് നമുക്കൊരു സ്പൂൺ അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി ഈ ഒന്നാം പാലിനകത്തൊന്ന് 2 സ്പൂൺ പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടിയുടെ ആ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിപ്പം ഇതിനകത്തോട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, മിൽക്ക് മേഡും വേണം ചേർത്ത് കൊടുക്കാം. പക്ഷേ മിൽക്ക് മേഡ് ചേർത്താൽ അതിൻ്റെ പാലിൻ്റെ ടേസ്റ്റായിട്ട് വരും, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇപ്പോഴേ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ടും മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുറുക്കി ഒഴിക്കുന്ന രീതി മതി. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകിയാണ്. ഈ ഒരു തിക്കായിട്ട് വരും, ഒത്തിരി കുറുകി പോകരുത്. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിന് നമുക്ക് ഓഫാക്കണം. അപ്പോൾ തണുത്തതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് നമുക്ക് ചോറ് നിറച്ച് കൊടുത്തൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളൊന്ന് കമത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്തോട്ട് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ മിക്സാക്കി ഉണ്ടാകാൻ വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത നല്ല മാങ്ങ വേണം കേട്ടോ, നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ കമത്തി ഇങ്ങനെ വെച്ചു. മാങ്ങ സൈഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് ചുറ്റിനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വിഭവമാണ്. എന്നാൽ ഭയങ്കര ഓവറായിട്ടുള്ള മധുരമായിട്ടും ഇല്ല. നമ്മൾ ഒത്തിരി മധുരം ചേർത്തിട്ടില്ല. അപ്പം മാങ്ങയും ആ പാലും ചോറും എല്ലാം കൂടെ കൂട്ടി വേണം നമ്മളിത് കഴിക്കാനും കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ട്രൈ ചെയ്ത് നോക്കണേ.